നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് UDF-ന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കുറ്റ്യാട്ടൂർ പോലെ, ആന്തൂർ പോലെ, പെരുമ്പട, ഇവിടെ മാധവങ്കലം പോലെയുള്ള CPM ഏരിയകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവര് നമ്മളെ അടിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പോൾ പൊതുവെ പയ്യന്നൂർ നഗരസഭയിലും ഉള്ള താങ്കളുടെ അഭിപ്രായം എന്താണ് വോട്ടെടുപ്പിന് ശേഷം? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും നാളെ വരാൻ വേണ്ടി പോകുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും സാധാരണ മനുഷ്യർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. വരുന്ന ഏപ്രിൽ മെയ് മാസത്തോടുകൂടി സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനാണ് പോകുന്നത്. തീർച്ചയായും ഇന്നലെയും അടുത്ത ദിവസങ്ങളിലുമായി സംസ്ഥാനത്താകെ നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതിന് നമുക്ക് കഴിയും. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം എന്ന് പറയുന്നത്. UDF എന്ന് പറയുന്ന കക്ഷികൾ ഓരോ ദിവസം കഴിയുന്നതോടും ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അവർക്ക് ലഭിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും തീർച്ചയായിട്ടും പിന്നീട് ഈ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാർ നടത്തിയിട്ടുള്ളത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. വികസന പ്രവർത്തനത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിനകത്ത് പൊതുവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയിലും കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനങ്ങൾ പയ്യന്നൂർ നഗരസഭ ഭരണാധികാരികൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നതല്ല എന്നതാണ്. നിരവധി പ്രവർത്തനങ്ങൾ പയ്യന്നൂർ നഗരസഭക്കകത്ത് നടത്തുന്നതിന് വേണ്ടി 5 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭക്കകത്ത് നമുക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 27 വർഷക്കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ എല്ലാ നൂലാമാലകളും മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ട് എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത് എന്നതാണ്. ഏറെക്കുറെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ്. അധികം വൈകാതെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിയും എന്നത് നമുക്കെല്ലാം പൊതുവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. സാമ്പത്തികമായിട്ട് ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട്, അതുപോലെ തന്നെ തരുന്ന ഫണ്ട്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പയ്യന്നൂർ നഗരസഭക്കകത്ത് വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് നടത്തിയിട്ടുള്ളത്. നഗരസഭക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സർക്കാർ ആശുപത്രി ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ തോതിലുള്ള ഫണ്ട് നഗരസഭ എന്ന രീതിയിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭക്കകത്ത് 5 വർഷക്കാലം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രയാസകരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ കുറവാണ്. പയ്യന്നൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്ക നിലയിൽ അതിനാവശ്യമായ നഗരസഭ ഉദ്യോഗസ്ഥന്മാരെ പയ്യന്നൂർ നഗരസഭക്കകത്ത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം കാണാതെ പോകുന്നതിന് വേണ്ടി നമുക്ക് കഴിയില്ല. പല സന്ദർഭങ്ങളിലും വലിയ പ്രയാസം തന്നെയാണ് നമുക്ക് ജീവനക്കാരുടെ കുറവ് മൂലം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. തലശ്ശേരി നഗരസഭ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജീവനക്കാരുടെ എണ്ണം പരിശോധിച്ചാൽ അതും
പയ്യന്നൂർ നഗരസഭയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ജീവനക്കാർ മാത്രമാണ് പയ്യന്നൂർ നഗരസഭയിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ പല നിലയിലും ഇടപെട്ടുവെങ്കിൽ പോലും ഒരു മാറ്റവും ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇടക്കാലത്ത് എഞ്ചിനീയർ പയ്യന്നൂർ നഗരസഭയിൽ നിന്ന് മാറിപ്പോയപ്പോൾ പകരം ഒരു എഞ്ചിനീയർ ലഭിക്കുന്നതിന് വേണ്ടി 2 മാസത്തോളം സമയമെടുക്കേണ്ടി വന്നു എന്നതാണ്. എഞ്ചിനീയർ ഉണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. എസ്റ്റിമേറ്റ് എടുക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്താനും ഒക്കെ തന്നെ സാധിക്കും. പക്ഷേ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെയാണ് ഈ മാസം മുതൽ മഴ ആരംഭിക്കുന്നതിന് വന്നു. ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏറ്റവും വേഗത്തിൽ തന്നെ 1.5 കോടി രൂപയാണ് പയ്യന്നൂർ നഗരസഭ എന്ന രീതിയിൽ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെക്കാഡൻ ടാറിങ് നടത്താൻ വേണ്ടി തീരുമാനം കൈക്കൊണ്ടത്. ഇപ്പോൾ മെക്കാഡൻ ടാറിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടം കൂടി, ഒരു തവണ കൂടി മെക്കാഡൻ ടാറിങ് അതിന് വേണ്ടി നടത്താനുണ്ട്. തീർച്ചയായിട്ടും ബൈപ്പാസ് റോഡ് നല്ല നിലയിൽ തന്നെ ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു. മറ്റ് റോഡുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും റോഡുകളെല്ലാം തന്നെ ടെൻഡർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടത്താൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഈ സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും പയ്യന്നൂർ നഗരസഭയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF എന്ന നിലയിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. UDF എന്ന നിലയിൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് തന്നെ അവർക്ക് നിലനിർത്താൻ കഴിയില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം എന്ന് പറയുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കള്ളവോട്ട് ചെയ്യാൻ വ്യാപകമായിട്ട് വ്യാജ ID കാർഡ് ഇറക്കി എന്നൊരു ആരോപണം വരുന്നുണ്ട്. ഒരു വോട്ടർക്ക് തന്നെ പല വാർഡിലും പല പഞ്ചായത്തുകളിലും വോട്ടാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പല ബൂത്തുകളിലും ഒരു സംഘർഷം ഉണ്ടാകുന്ന സാധ്യത. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷനെ കോൺഗ്രസ് നോക്കുന്നത്? ഈ ഇലക്ഷനിൽ CPM എടുത്ത ഒരു സമീപനം എന്ന് പറഞ്ഞാൽ വ്യാജ ഐഡൻറ്റി കാർഡും പല സ്ഥലങ്ങളിലായി വോട്ട് ചേർക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നിയമവിരുദ്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ സമയമാണ് ബൂത്തിലിരുന്ന നമ്മളുടെ ഏജന്റുമാർ അതിനെ എതിർക്കുകയും അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ എതിർപ്പ് എന്ന സമയം നമ്മുടെ ഏജന്റുമാരെ ഭീകരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അതിന് വേണ്ടിയാണ് കള്ള വോട്ട് സംവിധാനം വരുന്നത്. ഒരുപാട് കള്ള വോട്ടുകൾ ഈ മേഖലയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കള്ള വോട്ടുകളുണ്ട്. ഇവരാദ്യം ഡീലിമിറ്റേഷൻ, അശാസ്ത്രീയമായ ഡീലിമിറ്റേഷൻ നടത്തി, അതിനുശേഷം കള്ള വോട്ടുകൾ ചേർത്തു, അതിനുശേഷം വ്യാജ ഐഡൻറ്റി കാർഡ് ഉണ്ടാക്കി. ഇങ്ങനെ എല്ലാ രീതിയിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. ആ കള്ളവോട്ടുകളെ എതിർത്തതിൻ്റെ പേരിലാണ് വനിതകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് ഇവിടെ അക്രമം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ആത്മജ നാരായണൻ വാർഡ് 16 വാർഡ് സ്ഥാനാർത്ഥിയുടെ മകളാണ്. അവരെ കയറി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇതേ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി പവിത്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ ആത്മജ നാരായണനെതിരെ ആക്രമണം നടത്തി. അത് കൃത്യമായി ആ സ്പോട്ടിൽ തന്നെ അവിടുന്ന് കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് ആ ആത്മനാരായണനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇത്തവണയും ഇതേ പവിത്രൻ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംഭവിച്ച അതേപോലെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നു. ഇത് നിർബാധം തുടരുന്നതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ആ കുട്ടിയുടെ ഷോൾഡർ, കഴുത്തിന് ഭാഗത്ത് ആണ് അടിച്ചിരിക്കുന്നത്. നല്ല പരിക്കാണ്. അതുപോലെ തന്നെ മറ്റ് ലതിക ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകൾ, അതുപോലെ തന്നെ നമ്മളെ എരമം കുറ്റൂരിലെ സദാനന്ദൻ മാസ്റ്റർ, സദാനന്ദൻ റിട്ടയർഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ശാരദ അവിടെ സ്ഥാനാർത്ഥിയാണ്. അവരെയാണ് കയറി മർദ്ദിക്കുന്നത്. ഇവർ രണ്ടുപേരെയും, ഭാര്യനെയും ഭർത്താവിനെയും
മർദ്ദിക്കുന്നു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് വളരെ ഭീകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മേഖലയിൽ. അതുപോലെ തന്നെ 39-ൽ ദിനേശന്റെ മകൻ ഉൾപ്പെടെ എന്താ പറയുക, വ്യാപകമായ ഒരു അക്രമം. ജില്ലയിലേക്ക് എടുക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള സജിത മോഹനെ ആക്രമിച്ച് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ തലശ്ശേരിയിലുണ്ട്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ശ്രീകണ്ഠപുരത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വനിതനെ അടിച്ചിട്ടുണ്ട്. കതിരൂരിൽ വനിത സ്ഥാനാർത്ഥിയെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ ഒക്കെ ഭീകരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ. ഈ തെരഞ്ഞെടുപ്പിൽ പല ബൂത്തുകളും സെൻസിറ്റീവായിട്ട് ഹൈക്കോടതി മുഖാന്തരം കോൺഗ്രസ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയെങ്കിൽ പോലും ഈ ആഭ്യന്തര വകുപ്പും പോലീസും സുരക്ഷാ സേനയും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു എന്നൊരു ആരോപണം നിങ്ങൾക്കുണ്ടോ? ഇതിനകത്ത് ഈ സെൻസിറ്റീവ് ബൂത്തുകളായി തീരുമാനിക്കപ്പെടുന്നത് എല്ലാം സെൻസിറ്റീവ് ബൂത്തുകൾ ഐക്യ ജനാധിപത്യ. പയ്യന്നൂർ നഗരസഭയിൽ ഇപ്രാവശ്യം BJP ശക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉള്ള അവസ്ഥ എന്താണ് പയ്യന്നൂർ നഗരസഭയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? പയ്യന്നൂർ നഗരസഭയിൽ BJP 27 വാർഡിലാണ് സ്ഥാനാർത്ഥികൾ നിർത്തുകയും പ്രചരണം സജീവമാക്കുകയും ചെയ്തത്. അതിൽ ഒരു 5 വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് നല്ല മുന്നേറ്റം നടത്തിയിരുന്നത്. എങ്കിലും ഈ അവസാന സമയത്ത് കോറോം വില്ലേജിൽ കാനായിലെ സ്ഥലത്ത് 9-ാം വാർഡിൽ സ്ഥാനാർത്ഥിനെ ബൂത്തിൽ ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഏജന്റിനെയും ബൂത്തിൽ ഇരിക്കാൻ പോലും വിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭൂരിപക്ഷ മേഖല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് BJPയെ പോലെ സ്ഥാനാർത്ഥിനെ ഇരുത്താൻ വിടാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേവലാതി കൊണ്ടിട്ടുണ്ട്. ഇന്ന് അക്രമങ്ങളാണ് ചില സ്ഥലത്ത് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കുറച്ച് ആളൊക്കെ ആശുപത്രി കിടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഏജന്റുമാർപ്പല്ല ഒരുപാട് ആൾ ആശുപത്രി കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് ബൂത്ത് പിടിച്ചെടുക്കലും ഈ അക്രമങ്ങൾ നടക്കുന്നത് എന്ന് നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയുള്ള കാലം അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ പയ്യന്നൂരിൽ പുഞ്ചക്കാട് ആ വാർഡിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയില്ല വാർഡാണ്. അങ്ങനെയുള്ള വാർഡിൽ പോലും അവസാനം കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അതുപോലെ തന്നെ യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി യോഗിത്ത് മത്സരിക്കുന്ന വാർഡിൽ അവിടെയൊക്കെ കള്ളവോട്ടാണ് തുടങ്ങിയത്. 100ഓളം കള്ളവോട്ട് 10 മണിക്ക് ശേഷം തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ മത്സരിക്കുന്ന 14-ാം വാർഡ്, അതുപോലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ പ്രകാശ് മത്സരിക്കുന്ന 7-ാം വാർഡ്, ഇവിടെയൊക്കെ 100 കണക്കിന് കള്ളവോട്ട് ചെയ്തത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സംഘടനാ സംവിധാനം വരുംകാലം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂരിൽ മുന്നോട്ട് വരികയും ചെയ്യും. ഇത് ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരുന്ന കാര്യമുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ച് അതിനെതിരെ പ്രതികരിക്കും. ജനങ്ങളുടെ പ്രതികരണം വരുംകാലങ്ങളുണ്ടാവും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ.